പ്രിയപ്പെട്ടവരെ, മുജീബാണ്. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ ഞായറാഴ്ചകളിലും കൊല്ലം നഗരത്തിൽ സൗജന്യ ഉച്ചഭക്ഷണ വിതരണം നടത്തുന്ന കാര്യം കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്ന് കരുതുന്നു. ഏതാണ്ട് 2 ആഴ്ച മുമ്പ് ഒരു ഞായറാഴ്ച അത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിനിടയിൽ നമ്മളിൽ നിന്ന് ഭക്ഷണം കൈപ്പറ്റിയ ഒരു വയോധികയോട് അല്പസമയം കുശലം പറയാനിടയായി. കൊല്ലം നഗരത്തിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാറിയുള്ള മറ്റൊരു സ്ഥലത്ത് നിന്ന് എല്ലാ ഞായറാഴ്ചകളിലും നമ്മളിൽ നിന്ന് ഈ ഭക്ഷണപ്പൊതികൾ കൈപ്പറ്റുന്നതിന് വേണ്ടി മാത്രമായി ബസ്സിൽ യാത്ര ചെയ്ത് കൊല്ലം നഗരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നതെന്ന് ആ അമ്മ പറഞ്ഞപ്പോൾ നമ്മളെ ഈ ഉദ്യമം അത്തരത്തിൽ പ്രയോജനപ്രദമാകുന്നതിൽ സന്തോഷവും തോന്നി. ആ അമ്മയുടെ അവസ്ഥയോർത്ത് സങ്കടവും തോന്നി. ഞാൻ അപ്പോൾ തന്നെ വണ്ടിക്കൂലിക്കായി ആ അമ്മയ്ക്ക് ഒരു ചെറിയ തുക കൊടുക്കുകയും ഇനി അങ്ങോട്ട് ഭക്ഷണപ്പൊതികൾ ആ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അതോടൊപ്പം ചെറിയൊരു തുക സ്ഥിരമായി ആ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. പിന്നീട് ഞാനൊരു കൗതുകത്തിന് ആ അമ്മയോട് ചോദിച്ചു, KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്ര ബസ്സിനെ ആശ്രയിച്ചാണോ ഇത്തരത്തിൽ കൊല്ലത്തേക്ക് വരുന്നത് എന്ന്. അപ്പോൾ ആ അമ്മ പറഞ്ഞ മറുപടിയാണ് യഥാർത്ഥത്തിൽ എന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ആരും നെഗറ്റീവായി എടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വളരെ മികച്ചൊരു പദ്ധതിയാണ്. കേരളത്തിലെ സ്ത്രീജനങ്ങൾക്കാകെ പ്രയോജനപ്രദമായ ഒരു പദ്ധതി തന്നെയാണ്. പക്ഷേ ആ പദ്ധതി അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്ന് സംശയമാണ്. ആ അമ്മ എന്നോട് പറഞ്ഞത് ആ അമ്മയുടെ സ്ഥലത്ത് പ്രിയദർശിനിയുടെ സൗജന്യ യാത്രാ ബസ് വരാറുണ്ട്. പക്ഷേ അതിൽ അമിതമായ തിരക്ക് കാരണം എന്നെപ്പോലെയുള്ള വയസ്സായ ആളുകൾക്ക് കയറാൻ പറ്റത്തില്ല മോനെ എന്നാണ് ആ അമ്മ പറഞ്ഞത്. അപ്പോൾ ആ അമ്മ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ്സിൽ മിനിമം ടിക്കറ്റ് എടുത്ത് കയറി കൊല്ലത്തേക്ക് ഇറങ്ങുകയും ഈ നമ്മളെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് തിരിച്ചതുപോലെ തന്നെ ഏതെങ്കിലും പ്രൈവറ്റ് ബസ്സിൽ കയറി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കേരളത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനായിട്ട് സാമ്പത്തികവും ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് തന്നെ ഏതെങ്കിലും പ്രൈവറ്റ് ബസ്സിലോ അതല്ലെങ്കിൽ KSRTC തന്നെ മറ്റ് ബസ്സുകളിലോ ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്യണം. അതുവഴി ഈ പ്രിയദർശിനി ബസ്സിലെ തിരക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആ അമ്മയെപ്പോലെ ശാരീരിക പരിമിതിയുള്ളവരോ അല്ലെങ്കിൽ വയോജനങ്ങളോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വളരെ സുഗമമായി അതിൽ കയറി യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആ പദ്ധതി അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക്